ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതവും വല്ലഭത്വമുള്ള നാമത്തിലെ ഇവർക്കും സ്നേഹവന്ദനം. ഏറ്റവും ധന്യമായ ഈ ദിനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവ് മാറാത്തവൻ, മറക്കാത്തവൻ, നമ്മെ സ്നേഹിക്കുന്നവൻ, വിശ്വസിച്ചാൽ നമ്മെ കൈവിടാത്തവൻ, കർത്താവിൻ്റെ വലിയ സ്നേഹവും കരുതലുമൊക്കെ ഇക്കഴിഞ്ഞ കാലമൊക്കെ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിൽ വിശ്വസിക്കുന്ന മക്കളെ കർത്താവ് ഒരിക്കലും കൈവിടിയുന്നില്ല. ഈ ലോകത്ത് മനുഷ്യൻ നമ്മെ കൈവിട്ടേക്കാം, നമ്മെ വിട്ട് പിരിഞ്ഞു പോയേക്കാം, പക്ഷേ ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് യു. ദൈവം നിങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, കണ്ണടച്ച് നോക്കിയേ, ഒന്ന് ഹൃദയത്തിൻ്റെ അഹക്കണ്ണുകൾ തുറന്ന് യു ക്യാൻ സീ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അനുനിമിഷവും നിങ്ങളുടെ ജീവിതചര്യകളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ജീവിതയാത്ര മധ്യേ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിപ്പാൻ സാധിക്കും. ആ കർത്താവ് കൂടെയുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ ദൈവവിശ്വാസത്തോടുകൂടെ ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിൻ്റെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ ഈ വേളയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അങ്ങ് മഹോന്നതൻ, ആരിലും ഉന്നതനായ ദൈവം, വാക്കുമാറാത്ത ദൈവം, സ്നേഹിക്കുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി വിനയപ്പെടുത്തുന്നു. കർത്താവല്ലാതെ ഒരു നന്മ ഞങ്ങൾക്കില്ല. യേശുവേ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ കാരുണ്യം എത്ര എത്ര വലിയത് കർത്താവ്. മാറ്റമില്ലാത്ത, മറക്കാത്ത ദൈവമേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അപ്പ അവിടെ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, അവിടെ ഞങ്ങളെ കൂടെ ഇരുന്ന് സഹായിക്കണമേ, ഞങ്ങളെ കരം പിടിച്ച് വഴി നടത്തണമേ നാഥ. കർത്താവ്, ഈ സന്ദേശം കേൾക്കുവാൻ ഒരുക്കത്തോടെ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ തലമേലപ്പന്റെ സ്വർഗീയ കരം വയ്ക്കണമേ, അവരെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഹൃദയത്തിന് സമാധാനവും സന്തോഷവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിൽ അവിടെ നിന്ന് കൂടെ ഇരിക്കണം. യേശു രക്ഷിതാവിന്റെ അത്ഭുതമേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനത്തിൻ്റെ ഒടുവിൽ ചോദിച്ച ചോദ്യം ഇതാണ്: മറവിടങ്ങളിൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് എന്താകുന്നു? എല്ലാവരും ശരിയായ ആൻസറാണ് അതിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഗുപ്തനിധികൾ എന്നാണ്. ഗുപ്തനിധികൾ. പ്രത്യേകിച്ചും എൻ്റെ ആൻസർ രേഖപ്പെടുത്തിയ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് കാണുന്നുണ്ട്. നിങ്ങളുടെ താല്പര്യവും വചനം പഠിക്കുവാനുള്ള, ഗ്രഹിക്കുവാനുള്ള, അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുവാനുള്ള ആ മനോഭാവത്തെ ദൈവം കാണുന്നുണ്ട്. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ ദൈവവചനം നമുക്ക് കേൾക്കാം. പ്രിയരെ, ഇന്ന് ഈ ലോകത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ അപകടം എന്തെന്നറിയാമോ? ദൈവമക്കൾ, അതുപോലെ തന്നെ വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെ നേരിടുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഡിപ്രഷനാകും. മനസ്സിൻ്റെ തളർച്ച, മാനസിക പിരിമുറുക്കം. ഈ വേർഡുകൾ ഓമന പേരുകളാണ്, നിർവചനങ്ങളാണ് ഡിപ്രഷന് നൽകപ്പെട്ടിരിക്കുന്നത്. വിഷാദം, അല്ലേ? എപ്പോഴെങ്കിലും നാം മാനസികമായി തളർന്നു പോയിട്ടുള്ളവരാണ്? എപ്പോഴെങ്കിലും ഡിപ്രഷൻ എന്ന ഒരു അവസ്ഥയിലൂടെ നാം കടന്നു പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണോ? ഇവിടെ ഒരു സ്പഷ്ടമായ ചോദ്യമുണ്ട്, വ്യക്തമായ ഒരു ചോദ്യം. ഒരു ദൈവ പൈതൽ മാനസികമായി തളർന്നു പോകാനുള്ള സാധ്യതയുണ്ടോ? ദൈവമക്കൾ മാനസികമായി തളർന്നു പോകാറുണ്ടോ? മാനസികമായി തളർന്നു പോകുന്നതിൻ്റെ പ്രതിഫലനമാണ് ദുഃഖിച്ചിരിക്കുക, തളർന്നു പോകുക, ആരുമായിട്ട് അടുക്കാതിരിക്കുക, ആത്മഹത്യക്കുള്ള ഒരു പ്രവണത, ഒറ്റപ്പെട്ട് ജീവിക്കുക, ഒന്നിനോടും സഹകരിക്കാതിരിക്കുക, എല്ലാറ്റിനോടും നിഷേധാത്മകമായ ചിന്തയോടെ പ്രതികരിക്കുക. ഇതൊക്കെ ഡിപ്രഷനിലായിരിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ്, സൂചനകളാണ്. ഒന്നിനോടും കോപ്പറേറ്റ് ചെയ്യാതിരിക്കുക എന്നത്. കാരണം എന്തിലോ വളരെ ഡിപ്രസ്ഡാണ്.
നാം ദൈവമക്കളായ നാം ഈ വിഷയത്തെ ആമുഖമായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ചോദ്യങ്ങൾ, വേദപുസ്തകത്തിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കടന്നു പോയിട്ടുണ്ടോ? അല്ലേ? ഞാൻ ഇതിനെക്കുറിച്ചൊരു റിസർച്ച് ചെയ്യുമ്പോൾ, വേദപുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എന്നെ ഞെട്ടിപ്പിച്ച ഒരു ചിത്രം എന്നത് വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് വരെ, പ്രത്യേകിച്ചും വെളിപ്പാടിന് തൊട്ട് മുൻപ് വരെ നമുക്ക് മനസ്സിലാക്കുവാൻ, വെളിപ്പാട് വരെ, യോഹന്നാൻ്റെ ജീവിതമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുവരെ മനസ്സിലാക്കുവാൻ സാധിച്ചത് എല്ലാ പേരും ഈ ഡിപ്രഷനിലൂടെ കടന്നു പോയവരാണ്. എല്ലാ ഭക്തന്മാരും കഠിനമായ മാനസിക തളർച്ചയിലൂടെ കടന്നു പോയവരാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാൻ പ്രിയമുള്ളവർ, കർത്താവ് യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ ജീവിതം ആസ് എ ഹ്യൂമൻ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മാനുഷിക തന്മ എന്ന നിലയിൽ യേശുവിനെ കുറിച്ചൊന്ന് ചിന്തിച്ച ജീവിതത്തെക്കുറിച്ച്, ഗെത്സമന തോട്ടത്തിൽ പ്രാണവേദനയിലായി, അല്ലെ, വളരെ വല്ലാത്ത ഒരു അവസ്ഥയിൽ യേശുവായി. കർത്താവേ, എൻ്റെ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിത്തരണമേ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, പ്രാണവേദനയിലായ ഒരനുഭവം, അല്ലേ? വിയർപ്പ് രക്തക്കണങ്ങൾ പോലെ രക്തത്തുള്ളികളായിട്ട് ആ പാറമേൽ പതിച്ച ഒരനുഭവങ്ങൾ. ഡിപ്രഷൻ. ഇഫ് യു ആർ എ ഹ്യൂമൻ ബീയിങ്, യു ഹാവ് ടു ക്രോസ് ഡിപ്രഷൻ. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ ഈ മാനസിക തളർച്ചയെ അഭിമുഖീകരിക്കേണ്ടതായി വരും എന്ന സത്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇതെപ്പോഴും നമ്മുടെ ലൈഫിൽ കൂടെ ഉണ്ടാകും. നമ്മളെപ്പോഴും അതിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകുമെന്ന് മറന്നു പോകരുത്. മാനസിക തളർച്ച അനുഭവിച്ച കുറേ വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. പ്രത്യേകിച്ചും അതൊക്കെ നാം വായിക്കുമ്പോൾ, ഗ്രഹിക്കുമ്പോൾ നമ്മിലെ ആത്മവിശ്വാസം വർദ്ധിക്കും പ്രിയമുള്ളവരെ. ഇതെല്ലാം മനുഷ്യരിലും ഉള്ളതാണ്. ഇതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്യും, നമ്മളിതൊക്കെ തരണം ചെയ്യും എന്നുള്ള ഒരു സ്ഥിതിയിൽ നാം എത്തിച്ചേരും എന്നതാണ്. ഒന്നാമത്തേത്, നാം ഏറെ സ്നേഹിക്കുന്ന വേദപുസ്തകത്തിലെ ഒരുപാട് സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുള്ള ദാവീദാണ്, ഡേവിഡ്. 2 ശമൂവേലിൻ്റെ പുസ്തകം 27-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ദാവീദ് പറയുന്നു, അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയുള്ളൂ. ആമേൻ. പ്രിയമുള്ളവരെ, എത്രത്തോളം ദൈവത്തെ ഉയർത്തി പറഞ്ഞവൻ, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം നമ്മുടെ പരിചയമാകുന്നു, നമ്മുടെ കോട്ടയാകുന്നു, നമ്മുടെ സങ്കേതമാകുന്നു ഒക്കെ പറഞ്ഞ മനുഷ്യൻ പറയാണ്, ഞാൻ ഒരു ദിവസം ചത്തുപോകുകയുള്ളൂ, ശൗലിൻ്റെ കയ്യാൽ ഞാൻ. നോക്ക്, ദൈവഭക്തൻ പറയുന്നതാണ്, കർത്താവിൻ്റെ പ്രിയദാസൻ പറയുന്നതാണ്, ഞാൻ ഒരിക്കൽ അവൻ്റെ കയ്യാൽ, ശൗലിൻ്റെ കയ്യാൽ മരിച്ചു പോകത്തേയുള്ളൂ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ദാവീദ് സാഹചര്യങ്ങളെ നോക്കിക്കണ്ട് മുൻധാരണകളോടെ ജീവിതത്തെ നോക്കിക്കാണുന്നു എന്നാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളെ മനസ്സിലാക്കി മുൻധാരണകളോടുകൂടെ തൻ്റെ ജീവിതത്തെ നോക്കിക്കാണും, അല്ലെ? പ്രഡിക്ഷൻ, മുൻധാരണ. അതായത് ദാവീദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ എരിഞ്ഞ് തീരാറായ ഒരു വിളക്കാകുന്നു. എരിഞ്ഞ് തീരാറായ ഒരു വിളക്ക്. എൻ്റെ മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, അത് കൺഫേംഡ് ആണ്. ഞാൻ ശൗലിൻ്റെ കയ്യാൽ മാത്രമേ മരിക്കുകയുള്ളൂ, അത് നിശ്ചയമാണ്. ദാവീദ് പ്രഡിക്റ്റ് ചെയ്യുകയാണ്. എൻ്റെ ചോദ്യം, ഇത്രയധികം മാനസിക തളർച്ചയിലൂടെ, തകർച്ചയിലൂടെ അവൻ കടന്നു ചെല്ലുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ അതായിരുന്നുവോ ദാവീദിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി? അല്ലേ? ഇവിടെ ഞാൻ എരിഞ്ഞു തീരാറായ വിളക്ക് എന്ന് ദാവീദ് മനസ്സിൽ ചിന്തിക്കുമ്പോൾ ദൈവം പറയുകയാണ്, മകനെ, എൻ്റെ പ്രിയ മകനായ ദാവീദേ, നീ ചിന്തിച്ചേക്കാം നീ എരിഞ്ഞു തീരാറായ ഒരു വിളക്ക്, പ്രകാശം, അല്ലെങ്കിൽ ഒരു പ്രകാശം, ഒരു വിളക്കെന്ന്. പക്ഷേ പുകയുന്ന തിരിയെ ഞാൻ കെടുത്തി കളയുകയില്ല. ഹല്ലേലൂയ, ആമേൻ. പുകയുന്ന തിരിയെ ഞാൻ കെടുത്തി. ചതഞ്ഞുപോയ അനുഭവത്തിലാണോ നീ ആയിരിക്കുന്നത്?
നിന്റെ ജീവിതം ഇതാ ശൗലിൻ്റെ കൈയാൽ തീരാൻ പോകുന്നു, പക്ഷെ ഞാൻ നിന്നെ ഓടിച്ചു കളയുകയില്ല, നിന്നെ ഞാൻ അണച്ചു കളയുകയില്ല പൂർണ്ണമായും. അല്ലെ, ചതഞ്ഞ ഓട ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്ത ഒരു ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദാവീദ് അങ്ങനെ ഒരു ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഉണ്ട് എന്ന സത്യം നാം ജീവിതത്തിൽ ചില മുൻധാരണകളോട് നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ, നമ്മുടെ ജീവിതം വരുംകാല അനുഭവങ്ങൾ നോക്കിക്കാണുമ്പോൾ ഒന്നോർക്കുക, ദൈവം നിങ്ങളെക്കുറിച്ച് വിശിഷ്ടമായ പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. ആ പദ്ധതിയിൽ നാം ആശ്രയിക്കേണ്ടി ഇരിക്കുന്നു എന്നതാണ്. വേദപുസ്തകത്തിലെ രണ്ടാമത്തെ വ്യക്തി ഇയ്യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു ഇയ്യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച്. ഇയ്യോബിൻ്റെ ഒരു പ്രസ്താവന നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ് 3:11. ഇയ്യോബ് പറയുകയാണ്, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാത്തതെന്ത്? ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നതെന്ത്? എത്ര ഡീപ്പായിട്ടാണ് ഇയ്യോബ് ഈ പ്രസ്താവന ചെയ്യുന്നതെന്നറിയാമോ? ഞാൻ എന്തിന് ജനിച്ചു? ചുരുക്കത്തിൽ, ഞാൻ എന്തിന് ജനിച്ചു? ഞാൻ ഈ എന്തിന് ജീവിക്കണം? എന്തിനാണ് ഞാൻ ജീവിച്ചത്? അന്നേ മരിക്കാമായിരുന്നു. ദൈവമേ, അന്ന് എന്നെ കൊന്നുകളയാമായിരുന്നു. എന്തിനാണ് എന്നെ ഉരുവാക്കിയത്? മെനഞ്ഞവനോട് പറയുകയാണ്, നീ എന്തിന് എന്നെ മെനഞ്ഞു? നീ എന്തിന് എന്നെ സൃഷ്ടിച്ചു? അഥവാ ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭം ഉരുവായ സമയത്ത് നിനക്കെന്നെ കൊന്നുകളയാമായിരുന്നില്ലേ? ഇത്തരത്തിൽ അർത്ഥം വരുന്ന രീതിയിലാണ് ഇയ്യോബ് ഇവിടെ ഈ പ്രസ്താവന നടത്തുന്നത്. അതായത് തൻ്റെ ജീവിത ആശയങ്ങൾ ഒരു പരിസമാപ്തിയിൽ കൊണ്ടെത്തിക്കുകയാണ്. ഞാൻ ഇനി എന്തിന് ജീവിക്കണം? ഇത്രയും സ്ട്രഗിൾസ്, പ്രതികൂല കാറ്റ് തൻ്റെ കുടുംബത്തെ ആഞ്ഞടിച്ചപ്പോൾ, കൊടും കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എൻ്റെ ജീവിതം തീർന്നു. സമ്പത്ത്, സ്വത്ത്, കുടുംബം, മക്കൾ, എൻ്റെ ആരോഗ്യം എല്ലാം തീർന്നു. എൻ്റെ ജീവിതം തീർന്നു. എൻ്റെ കുടുംബം തീർന്നു. പക്ഷേ ദൈവം പറയുകയാണ്, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിപ്പാൻ മകനെ ഇയ്യോബേ എനിക്ക് കഴിയും. ചാവാറായ ശേഷിപ്പുകളാണ്. നീ അസ്ഥിപഞ്ജരമായി ഇരിക്കുന്നു, പക്ഷെ നിനക്കുള്ളിൽ ജീവനുണ്ട്. ചാവാറായി ശേഷിപ്പായി നീ നോക്കിക്കാണുന്നുണ്ട്. എല്ലാം തകർന്നു, എല്ലാം തീർന്നു, അവശേഷിക്കുന്നത് നിന്റെ ജീവൻ മാത്രമാണ്. പക്ഷേ ഞാൻ പറയുന്നു, ഈ ചാവാറായ ശേഷിപ്പിനെ ഞാൻ ശക്തീകരിക്കും. ഹല്ലേലൂയ, ആമേൻ. പ്രിയമുള്ളവർ, God can do miracle at any time, any moment. ഏതൊരു സാഹചര്യത്തിലും ദൈവത്തിന് God can work in you. God can work among you. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. പ്രിയമുള്ളവർ, ബിലീവ് ഇറ്റ്, പുട്ട് യുവർ ഫെയ്ത്ത് ഓൺ ഇറ്റ്. നിങ്ങൾ വിശ്വാസം അതിലിടുക. യെസ്, എന്നിലെ ചാവാറായ ശേഷിപ്പുകളെ God can strengthen. ദൈവത്തിന് അത് ബലപ്പെടുത്തുവാൻ സാധിക്കും. ദൈവത്തിന് അതിനെ പരിപോഷിപ്പിക്കുവാൻ സാധിക്കും. ആമേൻ. വിശ്വസിക്കുക പ്രിയമുള്ളവർ. എല്ലാം തീർന്നു എന്ന് ഗണിക്കരുത്. നിന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവർ. തീർന്നു എന്ന് ചിന്തിക്കുന്ന ഇടത്ത് 10 മടങ്ങ് അനുഗ്രഹങ്ങളെ നൽകി നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ, നിങ്ങളെ വീണ്ടും ചെയ്യിപ്പിക്കുവാൻ കർത്താവിന് സാധിക്കും. ബിലീവ് ഓൺ ഇറ്റ്. ആശയങ്ങൾ, ചിന്തകൾ, തീരുമാനങ്ങൾ പരിസമാപ്തിയിൽ കൊണ്ടെത്തിക്കരുത്. God can work among you. God can work in you. നിന്റെ ഏത് സാഹചര്യങ്ങളാകട്ടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം ബിക്കോസ് ഹീ ഈസ് യുവർ ക്രിയേറ്റർ. ഹീ ഈസ് യുവർ ക്രിയേറ്റർ. അവനാകുന്നു നിന്റെ സൃഷ്ടാവ്. ആ ദൈവത്തിന് മാത്രമേ പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. മൂന്നാമത്തെ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. മറ്റൊരാളിതാ മാനസിക തളർച്ചയിലേക്ക് പോവുകയാണ്, ഡിപ്രഷനിലേക്ക് പോവുകയാണ്. വലിയൊരു പ്രവാചകൻ. ആരാണ്? എലിയാവ്. ഇതെല്ലാം വലിയ വലിയ ലീഡേഴ്സും വലിയ ബിഗ് ഫിഗേഴ്സുമാണ് ഡിപ്രഷനിലൂടെ കടന്നുപോയവർ. ഇവിടെ ഏലിയാവ് പറയുകയാണ്, ഇപ്പോൾ മതി യഹോവേ. അല്ലേ, ആകാശത്തുനിന്ന് തീയിറക്കി യാഗപീഠത്തെ മുഴുവൻ യാഗവസ്തുവിനെ ദഹിപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത, അല്ലെ, മിറക്കിൾ ചെയ്ത, ബാലിൻ്റെ
പ്രവാചകന്മാരൊക്കെ വെട്ടിക്കൊന്ന് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം വളരെ ഫേമായി പാറ പോലെ ഉറച്ചു നിന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, ഒരു പ്രവാചകൻ പറയുകയാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിട്ടില്ല. ആ പ്രവാചകൻ പറയുക, ഇപ്പോൾ മതിയഗോവൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണം. അതിന് അർത്ഥം എന്താണ്? ആഗ്രഹങ്ങളൊക്കെ തീർന്നു, അവിടെ എല്ലാം തീർന്നു. തൻ്റെ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകളെല്ലാം പരിസമാപ്തിയിലെത്തിക്കുകയാണ്. കാരണം പറയുകയാണ്, ഇനി എനിക്കൊരു ജീവിതമില്ല. ഇത് പറയാനുള്ള കാരണം എന്താണ് അല്ലേ? നമുക്കറിയാം, ആഹാബിനെയും ഇസബലിനെയും ഒക്കെ ഭയപ്പെട്ട് ഓടുന്ന എലിയാവ്. അതിനുശേഷം ദൈവം നടത്തുന്ന ചില പ്രത്യേക പാറ്റേൺസ് അവൻ്റെ ലൈഫിലുണ്ട്. കെരീത്ത് എന്ന തോട്ടിൻ കരയിൽ സാരഫത്തിലെ വിധവ അല്ലേ, പിന്നെ മരുഭൂമി അതിന് തൊട്ട് മുമ്പ് മരുഭൂമിയോളം ഓടിച്ചെല്ലുന്ന എലിയാവ്. പ്രിയരെ, വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയധികം മിറക്കിൾ കണ്ടാലും, എത്രയധികം അത്ഭുതങ്ങൾ കണ്ടാലും, കർത്താവിൻ്റെ പ്രവൃത്തികളെ എത്ര നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചാലും, ചില സമയത്ത് നാമും ഈ ഒരു അവസ്ഥ ഏലിയാവിനെ പോലെ ആയിത്തീരുന്നില്ലേ? ഒരു വലിയ ഡിപ്രഷനിലൂടെ. നമ്മളൊരു നല്ല ക്രിസ്ത്യാനിയാകാം, നല്ലൊരു ദൈവവേദലാകാം, ക്രിസ്തുവിൽ ജീവിക്കുന്ന വ്യക്തിയാകാം. പക്ഷേ ഏലിയാവിനെ പോലെ ഇപ്രകാരം ഒരു ഡിപ്രഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നില്ല. മതി കർത്താവ്, ഇനി എനിക്ക് ജീവിക്കണം. ഇനി എന്തിന് ഞാൻ ജീവിക്കണം? എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ കുറേ കാലം ജീവിച്ചത്, ഇതാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ചാർച്ചക്കാർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയൊക്കെ ജീവിച്ച് എനിക്ക് നിറച്ച് കിട്ടി, എനിക്ക് നിറയെ തന്നു. എല്ലാവരും ചേർന്ന് മരിച്ചു കിട്ടിയാൽ മതി, ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ട് എനിക്ക് പോകണം, ഇനി എനിക്ക് ജീവിക്കണ്ട. ഇത് തന്നെയാണ് ഏലിയാവ് പറയുന്നത്. ഒന്ന് മരിച്ചാൽ മതി, ഇനി ജീവിക്കണം എന്ന ആഗ്രഹമില്ല എന്ന് പറയുന്ന ഏലിയാവിനോട് ദൈവം പറയുന്നു, മകനെ, നിന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. നീ മടങ്ങിപ്പോ. നീ ഏത് ദേശത്തെ വിട്ടാണോ പേടിച്ചോടിയത്, നീ അവിടേക്ക് മടങ്ങിപ്പോകുവാൻ ദൈവം ആജ്ഞ പുറപ്പെടുവിക്കുകയാണ്. നീ അവിടേക്ക് നിന്റെ അവസ്ഥകൾക്ക് ഞാൻ മാറ്റം വരുത്തും. ഹല്ലേലൂയ, ആമേൻ. നിന്റെ അവസ്ഥകൾക്ക് ഞാൻ മാറ്റം വരുത്തും. ഐ ക്യാൻ ഓൺലി ചേഞ്ച് യുവർ സിറ്റുവേഷൻസ്. നിന്റെ എല്ലാ സിറ്റുവേഷൻസും മാറ്റുവാൻ എനിക്ക് കഴിയും. നീ മടങ്ങിപ്പോകാം. മാനസിക തളർച്ചയുടെ നടുവിൽ ദൈവത്തിൻ്റെ ഉറപ്പുള്ള വാഗ്ദത്തങ്ങൾ, പ്രിയമുള്ളവരെ. നാലാമത്തെ വ്യക്തി ഏറ്റവും ശ്രേഷ്ഠനായ മറ്റൊരു വ്യക്തിയാണ്. ഡിപ്രഷനിലൂടെ കടന്നുപോയ മറ്റൊരു വ്യക്തി. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഏകനായി ഈ സർവജനത്തെയും വഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരം ആകുന്നു. 15-ാം വാക്യത്തിൽ, ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ. ഇതാരാണ് പറയുന്നതെന്ന് അറിയാമോ? ദയവായി എന്നെ കൊന്നുകളയണമേ ദൈവമേ. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവത്തോട് ഇതുപോലെ? എന്നെ ഒന്ന് കൊന്നുകളയണമേ, ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ, കിൽ മീ ഓ ലോർഡ്. എല്ലാവരും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ആമേൻ. എല്ലാവരും സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സമൃദ്ധിക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വീടിന് വേണ്ടി, വാഹനത്തിന് വേണ്ടി, വസ്തുവിന് വേണ്ടി, പ്രൊമോഷന് വേണ്ടി, ട്രാൻസ്ഫറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ പറയുന്നു, ദയ വിചാരിച്ച് എന്താണ്? എന്നെ കൊന്നുകളയണമേ. ഇതാരാ പ്രാർത്ഥിച്ചെന്നറിയാമോ? ദ ഗ്രേറ്റ് ലീഡർ മോശെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കാരണം ഈ ഒരു വലിയ ജനത്തെ മിസ്രൈമിൽ നിന്നും ദൈവത്തിൻ്റെ ഹിതപ്രകാരം, പദ്ധതിയും പ്രകാരം വിടുവിച്ച് കൊണ്ടുവരുമ്പോൾ നിറയെ പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഒറ്റയ്ക്ക് സഫർ ചെയ്യുകയാണ്, പറ്റുന്നില്ല. എന്നും പ്രയാസവും ദുഃഖങ്ങളും, ഈ ജനത്തിൻ്റെ പിറുപിറുപ്പും മുറുമുറുപ്പും, പാപം ചെയ്യുന്നതും, ദൈവത്തെ അനുസരിക്കാത്തതും ലീഡറിനെ അനുസരിക്കാത്തതും എല്ലാം കൂടെ വന്നപ്പോൾ പറയുകയാണ്, ദൈവമേ, ഈ സർവ്വജനത്തെയും, എത്രയോ ലക്ഷോപലക്ഷം ജനം, ഇവരെ വഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല ദൈവമേ, എനിക്ക് വയ്യ, അത് തളർന്നു പോവുകയാണ്. ഡിപ്രഷൻ. ഈ ഭാരം ചുമക്കാൻ കഴിയില്ല കർത്താവ്. ദൈവമേ, നീ പറ്റില്ല, പ്ലീസ്. അതെനിക്ക് അതിഭാരമാണ്. ഭാരമല്ല, അതിഭാരം അല്ലേ. ഞാനൊരു 50 കിലോ സഫർ ചെയ്ത് ചുമക്ക, ഇതൊരു 500 കിലോ എൻ്റെ തലയിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, പക്ഷെ ഞാൻ ഇത്രയും അപേക്ഷിച്ചിട്ട് നീ വീണ്ടും
ഈ ഭാരം തന്നെ ചുമക്കുവാൻ പറയുന്നുവെങ്കിൽ ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണം. ഇനി എനിക്ക് ഭാരം ചുമക്കാൻ വയ്യ, ഇനി എനിക്ക് ഭാരം ചുമക്കാൻ വയ്യ. വലിയൊരു ഡിപ്രഷൻ. അവിടെ ദൈവം പറയുന്നു, ഗോഡ് സേസ്, എൻ്റെ പ്രിയ മകനായ, എൻ്റെ പ്രിയദാസനായ മോശയെ, നിന്നെ സഹായിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഐ വിൽ ഹെൽപ്പ് യു, ഐ ആം വിത്ത് യു. ആമേൻ. ഒരു ആമേൻ പറഞ്ഞേ പ്രിയമുള്ളവരെ. ദൈവം പറയുന്നു, നിനക്ക് അതിഭാരമെന്ന് തോന്നുന്ന സ്ഥലത്ത് ഐ ആം ദെയർ ഫോർ യു ടു ഹെൽപ്പ്. ഐ ആം ദെയർ ഫോർ യു ടു ഹെൽപ്പ്. ഞാൻ അവിടെ നിന്നോട് കൂടെയുണ്ട്, നിന്നെ സഹായിപ്പാൻ. ഡു യു ബിലീവ് ഇറ്റ്? ട്രസ്റ്റ് ഇൻ മീ. എന്നെ വിശ്വസിക്കുക, എന്നിൽ ആശ്രയിക്കുക. ഐ ക്യാൻ ഹെൽപ്പ് യു, ഐ വിൽ ഹെൽപ്പ് യു. പ്രിയമുള്ളവരെ, ആ ഡിപ്രഷന് സാധ്യതയെ വരുന്നില്ല എന്നതാണ്. ട്രസ്റ്റ് ഇൻ ഗോഡ് ഫുള്ളി. ഹി വിൽ ഗൈഡ് യു, ഹി വിൽ ഹെൽപ്പ് യു. ദൈവം നിങ്ങളെ ഏകനായി ഒരിക്കലും ചുമക്കുവാൻ വിടുകയില്ല. വളരെ ഹൃദ്യമായ ഒരു ചിന്തയാണ് പ്രിയമുള്ളവരെ. അതിഭാരം എന്ന് തോന്നുന്നിടത്ത് ഭാരം ചുമക്കുവാൻ വയ്യ. എൻ്റെ കുടുംബത്തിൻ്റെ ഭാരം, സാമ്പത്തിക ഭാരം, സമാധാനത്തിൻ്റെ വികൃത ഭാവങ്ങൾ, ഇതൊന്നും എനിക്കിനി ചുമക്കാൻ വയ്യ, അസ്വസ്ഥത. ദൈവം പറയുന്നു, ഐ വിൽ ഹെൽപ്പ് യു. ഈ ഡിപ്രഷനിൽ നിന്ന് മോചനം തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഡു യു ബിലീവ് ഇറ്റ്? അഞ്ചാമതായി മറ്റൊരു വലിയ മനുഷ്യനെ പരിചയപ്പെടുകയാണ്. ഡിപ്രഷനിലൂടെ കടന്നുപോയ, മാനസികമായി തളർന്നുപോയ മനുഷ്യൻ. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവേ നോക്കേണമേ, ഞാൻ വിഷമത്തിലായി എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. പുറമേ വാൾ സന്തതി നാശം വരുത്തുന്നു, വീട്ടിലോ മരണം തന്നെ. ഇതാരാണെന്നറിയാമോ? ഞാൻ വിഷമത്തിലായി എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഡിപ്രഷൻ, ഡീപ്പ് ഡിപ്രഷൻ, ആഴത്തിലുള്ള മാനസിക തളർച്ച, വിഷാദം. ഇത് മറ്റാരുമല്ല, അടുത്ത പ്രവാചകൻ ഇരമ്യ പ്രവാചകൻ. എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഓ, ചിന്തിച്ചു നോക്കുക പ്രിയമുള്ളവരെ. പറയുകയാണ്, പുറമെയാണെങ്കിൽ വാൾ എൻ്റെ സന്തതികൾക്ക് അല്ലെങ്കിൽ ദേശസന്തതികൾക്കൊക്കെ നാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അനർത്ഥമാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല, നാശം. അഹമേയോ, വീട്ടിനുള്ളിലോ മരണം തന്നെ. അത് വിശദീകരിക്കാൻ എനിക്ക് സമയം പോരാ, ആ സിറ്റുവേഷൻ, സാഹചര്യം പ്രിയമുള്ളവരെ. അതുകൊണ്ട് അത് മറ്റൊരിക്കൽ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാം. പക്ഷേ എന്തായാലും ഈ പ്രവാചകൻ ഒരു വലിയ മാനസിക തകർച്ചയിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് ഇവിടെ ദൈവം പറയുന്നത്? എനിക്ക് യാതൊരു സ്വസ്ഥതയുമില്ല, സമാധാനവുമില്ല, ഞാൻ തകർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഗോഡ് സേസ്, ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ആമേൻ. നീ സ്വസ്ഥതയില്ലെന്നാണോ പറയുന്നത്? ബട്ട് ഐ ക്യാൻ ഗീവ് കംഫർട്ട് ടു യു, ഐ ക്യാൻ കൺസോൾ യു. നിന്നെ എനിക്ക് ആശ്വസിപ്പാൻ കഴിയും. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ തലോടുന്നത് പോലെ, മാറത്ത് ചേർത്ത് ആശ്വസിപ്പിക്കുന്നത് പോലെ എനിക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ സാധിക്കും. എത്ര ധന്യമായ ഒരു അനുഭവം പ്രിയമുള്ളവരെ. ആറാമത്തെ വ്യക്തി, യോനായുടെ പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഇതാ മറ്റൊരു വലിയ പ്രവാചകൻ. ഡിപ്രഷനിലൂടെ, മാനസിക തളർച്ചയിലൂടെ കടന്നു പോകുന്ന, വിഷാദത്തിൽ കടന്നു പോകുന്ന ഒരു വ്യക്തി. യോനായുടെ പുസ്തകം 4:8 വായിക്കുമ്പോൾ, വെയിൽ യോനായുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാം എന്ന് ഇച്ഛിച്ചു. യോനായാണ് അടുത്ത ഫിഗർ. യോന, ആറാമത്തവൻ. ഇവിടെ ദൈവ സ്വഭാവത്തെ കണ്ട് തളർന്നു പോയവനായിരുന്നു യോന പ്രവാചകൻ. യോനയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു, പേഴ്സണൽ ഇഷ്യൂസ് ഒന്നുമില്ലായിരുന്നു, കുടുംബപരമായ പ്രശ്നങ്ങളൊന്നുമില്ല, ജനത്തെ ലീഡ് ചെയ്യേണ്ട പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, യാതൊരു സ്ട്രഗിളുമില്ല. പക്ഷെ പ്രശ്നം, യോനായുടെ പ്രശ്നം, ദൈവത്തിൻ്റെ ദ ക്യാരക്ടർ ഓഫ് ഗോഡ് ആൻഡ് ദ പ്ലാൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ സ്വഭാവവും ഇത് കണ്ട് തളർന്നു പോകുന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ച ഭാഗങ്ങളാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പ്രിയമുള്ള. ബൈബിൾ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ എത്ര വായിച്ചാലും മതി വരത്തില്ല. ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും കണ്ട്, അല്ലെങ്കിൽ പദ്ധതിയും കണ്ട് തളർന്നു പോവുകയാണ് സ്വയം. അവൻ്റെ കാൽക്കുലേഷൻ നടക്കുന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ കാൽക്കുലേഷൻ, നമ്മുടെ കണക്കൂട്ടൽ നടക്കാതെ വരുമ്പോൾ നമ്മൾ തളർന്നു പോവുകയാണ്. മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി നിറവേറുമ്പോൾ,
ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുമ്പോൾ നാം തളർന്നു വന്നു. സോ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇറ്റ്? അവിടെ പോയി നാം തളർന്നിട്ട് കാര്യം എന്താണ്? ഒരു ദൈവഭക്തൻ ആഗ്രഹിക്കേണ്ടുന്നത്, ഒരു ദൈവഭക്ത ആഗ്രഹിക്കുന്നത് ലെറ്റ് യുവർ വിൽ ബി ഡൺ, അല്ലേ? ദൈവമേ, അങ്ങയുടെ പദ്ധതികൾ നടക്കട്ടെ, അങ്ങയുടെ ഹിതം നടക്കട്ടെ, അങ്ങയുടെ സ്വഭാവം മതി, അങ്ങയുടെ രീതികൾ മതി, അവിടുത്തെ പാറ്റേൺസ് മതി എന്നല്ലേ ആഗ്രഹിക്കേണ്ടത്. അതിന് പകരം അവൻ റിബലാവുകയാണ്. എന്തോ ദൈവമേ അങ്ങയുടെ ഈ സ്വഭാവം, എന്തോ അങ്ങയുടെ ഈ പദ്ധതികൾ, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ പഠിപ്പിക്കുവാൻ, പരിശീലിപ്പിക്കുവാൻ ദൈവം ഒരുക്കുന്ന ചില മാർഗങ്ങൾ കണ്ട്, ആ മാർഗത്തിൻ്റെ തിക്ത അനുഭവങ്ങളെ കണ്ടപ്പോൾ അവൻ പറയും, എനിക്കിനി മരിച്ചാൽ കൊള്ളാം. പ്രിയമുള്ളവരെ, അവിടെ ദൈവം പറയുന്നു, ഗോഡ് സേസ്, നിന്നെക്കുറിച്ചും ഈ ജനത്തെക്കുറിച്ചും എനിക്കൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. നിന്നെക്കുറിച്ചും ഈ നിനിവെ പട്ടണത്തെക്കുറിച്ചും എനിക്കൊരു വലിയ പദ്ധതിയുണ്ട് യോനായേ, ദൈവം പറയുകയാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ മരിക്കാനും അനുവദിക്കത്തില്ല, ഈ ജനത്തെ ഞാൻ നശിപ്പിക്കത്തുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം എത്ര നല്ലവൻ. പ്രിയമുള്ളവരെ, ദൈവം പറയുക യോനായോട്, നിന്നെ ഞാൻ മരിക്കാനും അനുവദിക്കത്തില്ല, ഈ ജനം നശിച്ചു പോകാനും നിനിവെ പട്ടണം നശിച്ചു പോകാനും ഞാൻ അനുവദിക്കത്തില്ല. പ്രിയരെ, ഇതാണ് നമ്മുടെ ദൈവം, നാം ആരാധിക്കുന്ന ദൈവം, നാം മഹത്വപ്പെടുത്തുന്ന ദൈവം, നാം സ്നേഹിക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, ഇനി ഏഴാമതായിട്ട് സങ്കീർത്തന പുസ്തകം 102:7 വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു, വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ ഞാൻ ആകുന്നു. ഇത് സങ്കീർത്തനക്കാരൻ ഒരു വലിയ ഡിപ്രഷനിലൂടെ കടന്നു പോവുകയാണ്, മാനസിക വിഷാദത്തിലൂടെ, തളർച്ചയിലൂടെ കടന്നു പോവുകയാണ്. അവൻ പറയുകയാണ്, ഞാൻ ഏകാന്തത അനുഭവിക്കുന്നു. ഐ ആം ഇൻ ലോൺലെസ്. ഞാൻ ഏകാന്തതയുടെ അനുഭവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അവിടെ ദൈവം പറയുന്നു, ഗോഡ് സേസ്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ജീവിതത്തിൽ മാനസിക തളർച്ചയിലൂടെ പോയ കാലഘട്ടങ്ങൾ, ഇന്നും മാനസിക തളർച്ചയിലൂടെ പോകുന്ന, ഡിപ്രഷനിലൂടെ പോകുന്ന അനേകം പേരുണ്ടാകും. നിങ്ങളിൽ അനേകം പേർ, ഇവിടെ സൂചിപ്പിച്ച ഭക്തന്മാരെല്ലാം, വേദപുസ്തകത്തിൽ എല്ലാ മനുഷ്യരും മാനസിക ഡിപ്രഷനിലൂടെ തളർച്ചയിലൂടെ, ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോയവരാണ്. നമ്മുടെ പ്രതികരണം എന്താണ് പ്രിയമുള്ളവരെ? അവരെയൊക്കെ ദൈവം ബലപ്പെടുത്തി മടക്കിക്കൊണ്ടുവന്നു. ത്രൂ ഹിസ് വേർഡ് ആൻഡ് ത്രൂ ഹിസ് പ്രോമിസസ്. ദൈവം തൻ്റെ വചനത്തിലൂടെയും തൻ്റെ സാന്നിധ്യത്തിലൂടെയും തൻ്റെ വാഗ്ദത്തങ്ങളിലൂടെയും ഒക്കെ, തൻ്റെ ശക്തിയിലൂടെയൊക്കെ ഈ ജനത്തെ, ഡിപ്രഷനിലായിരുന്ന തൻ്റെ പ്രിയ മക്കളെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു ചിത്രമുണ്ട് പ്രിയമുള്ളവരെ. ആ ദൈവം എന്നെയും നിങ്ങളെ മടക്കിക്കൊണ്ടുവരുവാൻ ശക്തൻ. ഇന്നലകൾ, ഇന്ന്, ഇനി, ഇൻ ഫ്യൂച്ചർ, ഭാവിയിലും ആ ദൈവത്തിൽ വിധേയപ്പെടുക, ആശ്രയിക്കുക. എല്ലാ വിഷാദങ്ങളും മാറ്റുവാൻ ദൈവത്തിന് കഴിയും. കർത്താവിൻ്റെ കരത്തെ ചേർത്ത് പിടിക്കുക, യേശുവിൻ്റെ കരങ്ങളെ ചേർത്ത് പിടിക്കുക, ആ പാദത്തെ ചുംബിക്കുക, അവൻ്റെ മുഖത്തേക്ക് നോക്കുക, കർത്താവ് യേശുവിൻ്റെ മുഖപ്രകാശത്തിൽ വസിക്കുക. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ തോന്നും കർത്താവ് നമ്മെ വേദനിപ്പിക്കുന്നു, യേശു ഞങ്ങളെ വേദനിപ്പിക്കുന്നു, യേശു ഞങ്ങൾക്ക് കഷ്ടത തരുന്നു, യേശു ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല, കർത്താവ് ഞങ്ങളെ തിരിച്ചറിയുന്നില്ല, എൻ്റെ ജെന്യൂനിറ്റി തിരിച്ചറിയുന്നില്ല. തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുമായിരുന്നു, ഇങ്ങനെ എനിക്ക് സങ്കടം തരുമായിരുന്നു, ഈ കഷ്ടതയിൽ കൂടെ എന്നെ നടത്തുമായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് ചോദിച്ചു. പക്ഷെ ഒരിക്കലുമല്ല പ്രിയമുള്ളവരെ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. നിങ്ങൾ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. പകരം നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു തന്നോട് നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിലൂടെ ചില പദ്ധതികൾ അവനുണ്ട്. ദൈവത്തിന് ചില പദ്ധതികൾ നിറവേറുവാനുണ്ട് ഈ ഭൂമിയിൽ. അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കിയെടുക്കുന്നു എന്ന് വിശ്വസിക്കുക. തന്നോട് ചേർത്ത് തൻ്റെ ഭവനത്തിൽ ചേർക്കുവാൻ വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കിയെടുക്കുന്ന ആ പ്രോസസ്സാണ് നമുക്ക് പലപ്പോഴും പെയിനായിട്ട് തോന്നുന്നത്, ദുഃഖമായി, വിഷമമായി തോന്നുന്നത്. അതുകൊണ്ട് മാനസിക തളർച്ചയുടെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിലേക്കായി നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചത് ആരാണ്? ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചത് ആരാണ്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ഇന്നത്തെ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഇതിനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന സർവ്വവല്ലഭനായ സ്വർഗീയ പിതാവാം നല്ല ദൈവം, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ ദിനത്തിനായി സ്തോത്രം പിതാവ്. കഴിഞ്ഞ കാലങ്ങളിലും ഈ കാലഘട്ടത്തും പലപ്പോഴും ഞങ്ങൾ മാനസിക കർത്താവ് സമ്മർദ്ദത്തിലൂടെ, പിരിമുറുക്കത്തിലൂടെ, ഡിപ്രഷനിലൂടെ ഞങ്ങൾ കടന്നു ചെല്ലുന്ന അനുഭവങ്ങളുണ്ട്. ദൈവമേ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, ഭക്തന്മാർ, കർത്താവ് തിരഞ്ഞെടുത്തവരൊക്കെ ആ വഴിയെ സഞ്ചരിച്ചവരാണ് എന്ന ആ സത്യത്തെ ഇന്ന് പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. നന്ദി പിതാവേ, നന്ദി പിതാവേ. ദൈവമേ, അവിടെ ഞങ്ങളെ സഹായിക്കണമെന്നാഥ. എല്ലാ മാനസിക വിഷാദങ്ങളിൽ നിന്നും, മാനസിക തളർച്ചയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവമേ അവിടുത്തെ ശക്തിക്കും അവിടുത്തെ സാന്നിധ്യത്തിനും അവിടുത്തെ വാഗ്ദത്തത്തിനും അവിടുത്തെ വചനത്തിനും കഴിയുമല്ലോ നാഥ. അതിൽ ഞങ്ങളെ സമർപ്പണം ചെയ്യും. ഈ വചനം ശ്രവിച്ച എല്ലാവരെയും അടിയിൽ ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത പന്ഥാവുകളിൽ കൂടെ ഇരിക്കണമേ, യാത്രകളിൽ കൂടെ ഇരിക്കണമേ, സമാധാനവും സന്തോഷം നൽകണമേ, നിത്യതയ്ക്കായി ഒരുക്കണമേ. യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം, തിരുരാജ്യം വരണം, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ലഭിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും പിതാവിനുള്ളതല്ലോ. ആമീൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളി. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപാനുഗ്രഹം നാം ഇവരോടും ഇന്നും സർവദാ സദാകാലം മറക്കട്ടെ. ആമീൻ, ആമീൻ. പ്രിയരെ, മാനസിക വിഷാദത്തിൽ നിന്നും, ഡിപ്രഷനിൽ നിന്നൊക്കെ നമുക്ക് കരകയറാൻ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.